ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും പിന്നെ വീട് എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന 5 കാര്യങ്ങൾ, ഒത്തിരി സമയമൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീട് നല്ല ഒതുക്കമുള്ളതായിട്ട് തോന്നാനും പിന്നെ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള 5 കാര്യങ്ങളാട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് അമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടായി വന്നത്. അക്കുവിൻ്റെ യൂണിഫോമും മേടിച്ചിട്ടുണ്ടായിരുന്നു. തിങ്കളാഴ്ച മുതൽ അവൾക്ക് യൂണിഫോം ഇട്ടുകൊണ്ട് സ്കൂളിൽ പോകണേ. അപ്പോൾ തയ്ച്ചതൊക്കെ കണക്കാണോ നോക്കുക, അല്ലെങ്കിൽ അത് ഒന്ന് ലൂസാക്കുകയോ ടൈറ്റാക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ പിന്നെയും കൊണ്ട് കടയിൽ കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഇട്ട് നോക്കുക. അവൾക്ക് യൂണിഫോമിൻ്റെ കളറൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നേ. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇട്ട് കഴിഞ്ഞപ്പോഴും നല്ല രസമുണ്ട്. ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, നന്നായിട്ട് ചേരുന്നുണ്ട് എന്നൊക്കെയായി പറയുന്നത്. ഇങ്ങോട്ട് നീക്കടി. ലാബിൽ കയറുമ്പോൾ തലമുടി പൊക്കി കെട്ടണമെന്ന്. ആ, ലാബിൽ കയറുമ്പോൾ ആ വീട് എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ച് പൊതുപ്പുകളൊക്കെ ഒന്ന് മടക്കി തലേണയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വെക്കുവാണെങ്കിൽ റൂം കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ അത് കറക്റ്റായിട്ട് എടുക്കുന്നിടത്ത് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അത് ഒരാൾ വിചാരിച്ചാൽ നടക്കില്ല. വീട്ടിൽ എത്ര പേരുണ്ടോ അവരെല്ലാവരും അങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല ഒതുക്കത്തിൽ വീടിരിക്കും. പിന്നെ മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം, ദിവസം ഒരു 20 മിനിറ്റോ അരമണിക്കൂറോ എടുത്തിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാനൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് മടുപ്പാവും, കുറേ സമയം വേണ്ടി വരും. ദിവസവും ഓരോരോ ഭാഗങ്ങളായിട്ട് തരംതിരിച്ച് പൊടിയൊക്കെ തുടയ്ക്കുകയും അടുക്കി ഒതുക്കി വെക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മുടെ വീട്ടിലുള്ള അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള സാധനങ്ങളൊക്കെ അത് പിന്നെ കളയാമെന്നും പറഞ്ഞ് എടുത്ത് കൂട്ടി വെക്കാതെ അതൊക്കെ അപ്പം തന്നെ കളയുകയും ഒഴിവാക്കുകയൊക്കെ ചെയ്യണം. സിങ്കിലെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് സിങ്ക് നമ്മൾ എപ്പോഴും സാധാരണ കഴുകുന്നത് പോലെ തന്നെ എന്തെങ്കിലും ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ച് ഒരു സ്പോഞ്ചിൻ്റെ സാധനം കൊണ്ട് നമ്മൾ ഈ കട്ടിയുള്ള സാധനങ്ങളൊന്നും ഇട്ട് പിന്നെ സിങ്ക് തേച്ചൊരച്ച് കഴുകാൻ പാടില്ല. സ്പോഞ്ചിൻ്റെ എന്തെങ്കിലും സാധനം ഉപയോഗിച്ചിട്ട് വേണം സിങ്ക് തേച്ച് കഴുകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ സാധാരണ ചെയ്യാറുണ്ടല്ലോ. പക്ഷേ ആഴ്ചയിൽ ഒന്ന് ഇച്ചിരി അപ്പക്കാരവും വിനാഗിരിയും കൂടെ ഒന്ന് മിക്സാക്കി 10 മിനിറ്റ് എല്ലാ വശത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നല്ല മണമൊക്കെ ഉണ്ടാവും, എണ്ണക്കറയൊക്കെ പോകുകയൊക്കെ ചെയ്യും. പിന്നെ ബീഫൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ പാത്രമൊക്കെ കഴുകി കഴിയുമ്പോൾ സിങ്കിലൊക്കെ നെയ്മയമൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്തും ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയാൽ സിങ്ക് നല്ല വൃത്തിയാവും. പിന്നെ സിങ്കിൽ നല്ല മണം വരാൻ വേണ്ടിയിട്ട് പകുതി നാരങ്ങ മുറിച്ചിട്ട് സിങ്കിൽ എല്ലാ ഭാഗത്തും ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. ഫ്രിഡ്ജിൻ്റെയും ഡൈനിങ് ടേബിളിൻ്റെ ഒക്കെ മുകളിൽ ഓരോരോ സാധനങ്ങളൊക്കെ കൊണ്ടിങ്ങനെ കൂട്ടി വെക്കാതിരിക്കുക. അതുപോലെ തന്നെ കുളിക്കുന്ന സമയത്ത് എന്നും വെറുതെ ഒന്ന് ബാത്റൂം ക്ലീൻ ചെയ്യുക. പിന്നെ ആഴ്ചയിൽ 1-2 വട്ടം ഡീപ്പ് ക്ലീനിങ് ചെയ്യാം. വീട് വൃത്തിയാക്കുന്ന പോലെ തന്നെ പ്രധാനമാണ് മുറ്റമടിക്കലും മുറ്റത്തെ കാട് പറിക്കലും ഒക്കെ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ മുറ്റത്ത് കാര്യമായിട്ടൊന്നും അടിക്കാനില്ലെങ്കിലും ആ ചൂലിൻ്റെ ഡിസൈൻ വരുമ്പോൾ കാണാനൊരു രസമല്ലേ. ജോലിത്തിരക്കും പിന്നെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ വീടൊക്കെ ക്ലീൻ ചെയ്ത് വീട്ടിലെ മറ്റ് പണികളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. വീട്ടിൽ വേറെ ആരെങ്കിലും നമ്മളെ സഹായിക്കാനുണ്ടെങ്കിൽ അവരെ സഹായത്തിന് കൂട്ടാം. അതല്ലെങ്കിൽ ഇതുപോലെ കുറേശ്ശെ പണികളായിട്ട് കുറഞ്ഞ സമയത്ത് ചെയ്യുന്നത് പോലെ ഓരോ ദിവസം നമുക്ക് ക്രമീകരിക്കാം. കഴിഞ്ഞ ദിവസം കുറച്ച് തക്കാളി വിലക്കുറവിൽ മേടിച്ചില്ലായിരുന്നു. ഇന്നിപ്പോൾ ആ തക്കാളി കൊണ്ട് കറി വെക്കുവാണേ. ഞാൻ ചട്ടിയിലേക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു. പിന്നെ കടുകും ശകലം ഉലുവയും കൂടെ ഒന്ന് പൊട്ടിച്ച്, അത് കഴിഞ്ഞിട്ട് ചെറിയുള്ളി, കറിവേപ്പില, 2 വറ്റൽമുളകൊക്കെ ഒന്ന് മുറിച്ച് മൂപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സവാളയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി കൂടുതലും സവാള ഒരു മീഡിയം സവാളയുടെ പകുതി മതി കേട്ടോ. തക്കാളിയാണ് കൂടുതൽ വേണ്ടത്, സവാള കുറവ് മതി. പച്ചമുളക് എരിവിന് വേണ്ടത്രയും എടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ ഒന്നിച്ചാണ് ഇടുന്നത്. സവാളയും തക്കാളി പച്ചമുളക് 3ഉം കൂടെ ഒന്നിച്ച് ചേർത്തങ്ങ് വഴറ്റിയെടുക്കുക. ഒരു 10 മിനിറ്റ് കൊണ്ട് ആവും. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കറി കേട്ടോ. ഇത് വഴറ്റാൻ വെച്ചേച്ച് തേങ്ങ ചിരണ്ടി അരയ്ക്കാം. തേങ്ങ ചിരണ്ടി അരച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഈ സവാളയും തക്കാളിയൊക്കെ വെന്തിട്ടുണ്ടാവും. പിന്നെ അരപ്പും ചേർത്ത് കടുകും വറുത്തെടുത്താൽ മതി. തിരക്കുള്ള സമയത്തൊക്കെ എളുപ്പം വെക്കാൻ പറ്റിയ കറിയാണ്. നല്ല രസമായിട്ട് ഇത് കൂട്ടി ചോറുണ്ണാനൊക്കെ. തേങ്ങയും മഞ്ഞളും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒരു മുളകും കൂടെ അരയ്ക്കാൻ എടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. തക്കാളി വല്ലാതെ വെന്ത് ഉടഞ്ഞു പോകണ്ട, ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കണം. ആ ഒരു പരുവത്തിലാണ് വഴറ്റിയെടുത്തേക്കുന്നത്. ഇതിലേക്ക് അരപ്പ് ചേർത്ത് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. തിളയ്ക്കണ്ട, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ആദ്യമേ കടുക് വറുത്ത് വെച്ചതായതുകൊണ്ട് പിന്നെ ലാസ്റ്റ് കടുക് വറുത്തൊഴിക്കുന്നൊന്നുമില്ല.
പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. ഇപ്പം ഉള്ള ഈ പരുവത്തിനേക്കാളും ഒന്നുകൂടെ കുറുകി വരും തണുത്ത് കഴിയുമ്പോൾ. പിന്നെ മൺചട്ടിയിലല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് ഒന്നുകൂടെ കുറുകി വരും. വല്ലാതെ വെള്ളം പോലെ ആക്കണ്ട, ഇത്തിരി ഒന്ന് ചെറിയ രീതിയിലൊന്ന് കുറുകിയ പോലത്തെ കറിയാട്ടോ നല്ലത്. കറിയൊക്കെ വെച്ചു, രാവിലത്തെ പണികളൊക്കെ വേഗം വേഗം കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ പള്ളിയിൽ പോയി. അമ്മച്ചി ഉണ്ടായിരുന്നല്ലോ പള്ളിയിൽ. ഇന്ന് ഒരു കുഞ്ഞുവാവയും കൊണ്ട് ആദ്യമായിട്ട് പള്ളിയിൽ വന്നതുകൊണ്ട് ഒരു സ്വീറ്റ്സിൻ്റെ ബോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്കും ലഡുവും മുട്ടായിയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, ചിപ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഞായറാഴ്ച എനിക്ക് നല്ല തിരക്കുള്ള ദിവസം കേട്ടോ. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, ചോറും കറിയും വെക്കണം, പിന്നെ പള്ളിയിൽ പോകണം. പള്ളിയും കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ ഒരു 3/4 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. ആ 3/4 മണിക്കൂർ കൊണ്ട് കുഞ്ഞിപ്പെണ്ണിന് ചോറ് കൊടുത്ത് ഞാനും ചോറ് കഴിച്ച് പിന്നെ വേഗം അബാക്കസിൻ്റെ ക്ലാസ്സിന് പോകും. ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെയാണ് ക്ലാസ്സിന് പോകുന്നത്. 1:15 ബസ്സിന് ഞങ്ങൾ പോയാൽ പിന്നെ 4:30 ബസ്സിനാണ് തിരിച്ച് പോരുന്നത്. ഇന്നിപ്പോൾ അബാക്കസിൻ്റെ ക്ലാസ് സാധാരണ ക്ലാസ് ഉള്ള സ്ഥലത്ത് വെച്ചല്ലായിരുന്നു, വയോജന പാർക്കിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ക്ലാസ്. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ ഈ ഒരു ചെടി കണ്ടോ, ഇത് ആർക്കെങ്കിലും അറിയാവോ? ഇത് ഷാമ്പു പോലെ തേക്കാൻ പറ്റുന്ന ഒരു സാധനമാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയത്തില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ. പിന്നെ ഒരു 1.25 മണിക്കൂർ നേരത്തെ ക്ലാസ് കഴിയുമ്പോൾ പിള്ളേരെ സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് വിടും. മല്ലിമുളക് പൊടി. ഞാൻ കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് അബാക്കസിൻ്റെ ക്ലാസ്സിന് പോയ സമയത്ത് ചേട്ടായിയും അക്കവും കൂടെ ബോട്ടിക്കറി വെക്കുക. എല്ലാ വീഡിയോയൊന്നും അവൾക്ക് എടുക്കാൻ കിട്ടിയില്ല. പപ്പ ഭയങ്കര സ്പീഡ് ചെയ്യും. ഞാൻ വീഡിയോ ഒക്കെ ഓൺ ആക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് പപ്പ എല്ലാം ഇട്ട് കഴിയുമെന്നൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ. വീഡിയോ എല്ലാം എടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞേ. ഫ്രിഡ്ജിലപ്പ ഉലുവാപ്പൊടിയാ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, പിന്നെ കുറച്ച് ഉലുവാപ്പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്, കുരുമുളക് പൊടി എല്ലാം ഒന്ന് ചൂടാക്കി എടുക്കുക. എണ്ണ ഒഴിച്ചു, ഉള്ളി ഇട്ടു, ഉപ്പിടണ്ടേ? ഉള്ളിൽ ഉപ്പിട്ടായിരുന്നോ? എണ്ണയിൽ ഉള്ളി വാട്ടിയിട്ട് കരിവേപ്പില ഇട്ടു, ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തു അല്ലേ? ചേട്ടായി വെക്കുന്ന കറിക്കൊക്കെ ഇച്ചിരി എരിവ് മുമ്പിലുണ്ടാവും. നല്ല ടേസ്റ്റാണ് കറിയൊക്കെ കൂട്ടാൻ വേണ്ടി, പക്ഷേ ശകലം എരിവുണ്ടാവും. ചേട്ടായിക്ക് ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ ഇച്ചിരി എരിവ് വേണം, എന്നാലേ രസം ഉണ്ടാവത്തുള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെ വെക്കുന്ന എപ്പോഴും. ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചതാ. തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് നേരത്തെ മൂപ്പിച്ച് വെച്ച പൊടികളൊക്കെ ചേർത്തു. പിന്നെ ബോട്ടി ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഒഴിച്ചിട്ട് മസാല നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ബോട്ടി ചേർത്ത് പിന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ ചെയ്തേ. അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് വാട്ടുകപ്പ് കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഒത്തിരി സമയം വെള്ളത്തിലിടണ്ട, പെട്ടെന്ന് കുതിർന്ന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് വെന്തും കിട്ടും, കുക്കറിലല്ല അതുകൊണ്ട് വേവിക്കുന്നത്. ഞാൻ വാട്ടുകപ്പയൊക്കെ ഒന്ന് കഴുകി വാരിയൊക്കെ എടുത്തു. അത് ഉപ്പൊക്കെ ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങായും ചെറിയുള്ളിയും
മുളകും എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തേ. എന്നിട്ട് കപ്പയിൽ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തു. തേങ്ങയുടെ കൂടെ തന്നെ വെളുത്തുള്ളിയും മഞ്ഞളും കറിവേപ്പിലയും ഒക്കെ ചതയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നേ. എല്ലാം ചതച്ച് കപ്പയിൽ ചേർത്ത് മിക്സാക്കി. പിന്നെ ബോട്ടി ഫ്രൈയും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ രാത്രി എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന ഭക്ഷണമൊക്കെ കഴിച്ചു. ഇന്ന് രാവിലെ അക്കു സ്കൂളിൽ പോയപ്പോൾ ഞാൻ അവൾ യൂണിഫോം ഇട്ട വീഡിയോ എടുത്തതാണ് ഇത്. നേരെ തിരിഞ്ഞാ പൊക്കോ, കുഴപ്പമില്ല. വാട്ടുകപ്പ വേവിച്ചത് ബാക്കി കുറച്ചിരിപ്പുണ്ടായിരുന്നേ. രാവിലെ ഞാനതൊന്ന് കടുക് പൊട്ടിച്ചിട്ട് ഈ ബോട്ടിയുടെ കറിയിൽ മിക്സാക്കി എടുത്തതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ബോട്ടിയും കപ്പയും തന്നെ കഴിക്കുന്നതിനേക്കാളും രസമുണ്ടായിരുന്നു ഇങ്ങനെ മിക്സാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലത്തെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഹരിതകർമ്മസേനയിലെ ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നേ. ഇതൊരു ചാപ്പാണ്. ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.